നമുക്കിത് ഈ ആ, കലിയുഗത്തില് ഈ അഷ്ടാംഗയോഗവും ധ്യാനയോഗവും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഭക്തിയോഗം അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടെന്നുള്ള ശ്രീല പ്രഭുപാദിൽ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ആ കഥകൾ, ഭഗവാന്റെ ലീലകള് കേൾക്കുക. അപ്പോ ആ ശ്രവണം, ആ നവോവിധ ഭക്തിയിൽ ശ്രവണം നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പായിട്ട് ആ ഭക്തിയുത സേവനത്തിൽ മുന്നേറാൻ സാധിക്കും എന്നാണ് പറയണത്. ആദ്യം വേണ്ടത് ശ്രവണമാണ്. നമ്മൾ ആ നാലാമത്തെ അധ്യായത്തില് 9-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. ജന്മാദ്യസ്യേതോ ജന്മകർമ്മജമേ ദിവ്യം ഏവം തത്വാദേഹം പുനർജന്മ ജ്ഞാതിമൈത്തി അർജുന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ ജന്മം മുതലുള്ള ആ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പുനർജന്മം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ നിഷ്കളങ്കനാണ്. അപ്പൊ ഭൂമിയിൽ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാല് ശ്രേഷ്ഠരായ ഭക്തന്മാരെല്ലാവരും ഉണ്ട്, എന്നാലും ചിലപ്പോൾ എന്തിലെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. പക്ഷെ ഭഗവാനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. ഭഗവാനെ ഏത് ഈ 6 തരത്തിലുള്ള ഗുണങ്ങള് ഭഗവാനുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിലേറ്റവും ലാസ്റ്റ് പറയുന്നത് വൈരാഗ്യം. അപ്പൊ വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ഉപേക്ഷിക്കാനുള്ള ആ ശക്തി. ഇപ്പൊ ഒരു രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ദിവസം രാജാവല്ല, ഒരു മന്ത്രിയാണെന്ന് വെച്ചോ, ഒരു 5 വർഷത്തേക്ക് ഒരാൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ആ 5 വർഷം കഴിയുമ്പോൾ അവരോട് ആ സമയം കഴിഞ്ഞു വിട്ടിട്ട് പോകാൻ പറയുമ്പോൾ അവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലെ, ആ പദവി വിട്ടിട്ട് പോകാനായിട്ട്. പക്ഷേ ഭഗവാനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. ഭഗവാന്റെ ആ ലീലകളിൽ തന്നെ നമുക്ക് കാണാം. ആദ്യം ഗോകുലത്തിലായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആ ഗോകുലം വിട്ട് അമ്പാടിയിലേക്ക് പോയി. അമ്പാടിക്ക് പോയ ശേഷം അക്രൂരൻ വന്ന് മധുരയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ തിരിച്ച് ഈ ഗോകുലത്തിലേക്കും അമ്പാടിയിലേക്കും ഭാവം വന്നിട്ടില്ല. അത് കഴിഞ്ഞ് മധുര രാജ്യത്തിൽ അവിടെ എങ്ങനെ കഴിഞ്ഞ് അതിനുശേഷം ദ്വാരകയിലേക്ക് പോയി. അപ്പോ ഒരിക്കലും ഭഗവാൻ ആ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് ഭഗവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ നിഷ്കളങ്കൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നത്. ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ടല്ലേ, ചേതോ ദർപ്പണം തവാഗ്നി നിർവാഹണം. നമ്മുടെ മനസ്സിലുള്ള അഴുക്കുകൾ നമുക്ക് കഴുകിക്കളയണം. ഇങ്ങനെയാ കഴുകിക്കളയുക? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. അങ്ങനെ ഭഗവാന്റെ ആ നാമം ചൊല്ലുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക. അതാണ് ശ്രവണത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ ശ്രീല പ്രഭുപാദ് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ കഥകൾ കേൾക്കുന്നത് ശുദ്ധ ഭക്തനിൽ നിന്ന് വേണം നമുക്ക് കേൾക്കാനായിട്ട്. അല്ലെങ്കിൽ സിനിമാ പാട്ട് കേൾക്കുന്നത് പോലെയായി. അപ്പോൾ സിനിമ പാട്ട് പാടുന്നവര് വളരെ നല്ല ഭക്തിഗാനങ്ങളൊക്കെ പാടും. പക്ഷെ അവരുടെ മനസ്സിൽ ആരെക്കുറിച്ചാണോ പാടുന്നത് അദ്ദേഹത്തിനോടുള്ള ലേശം ഭക്തിയുത സേവനം ചെയ്തെങ്കിൽ മാത്രമേ അതിന് വിലയുള്ളൂ. പക്ഷെ ഭക്തിയുത സേവനമില്ലാതെ വെറുതെ ആൾക്കാരെ പണം സമ്പാദിക്കാനായിട്ടും പേര് സമ്പാദിക്കാനുമായിട്ട് ആ ഭക്തിഗാനമാണെന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പ്രയോജനം ഉണ്ടാവില്ല. അങ്ങനെ ഭക്തിയുള്ളവരിൽ നിന്ന് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ആ ഗാനം എന്നും കേൾക്കണമെന്ന് നമുക്ക് തോന്നും അല്ലേ. ധാരാളം ഭക്തിഗാനങ്ങളുണ്ട്, പക്ഷെ അവര് ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് അതിന് പിന്നിൽ അവർക്ക് ഭക്തിയില്ല. അവർക്ക് ജസ്റ്റ് അവര് ആരോ എഴുതി കൊടുത്തു, അവര് പാടി, അത്ര തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ശുദ്ധ ഭക്തനിൽ നിന്ന് വേണം ശ്രീമദ് ഭാഗവതം, ശ്രീമദ് ഭഗവത്ഗീത ഇവ കേൾക്കുവാനായിട്ട്. അപ്പോ അങ്ങനെ കേൾക്കുമ്പോൾ ആ പവിത്രത നമ്മളിലേക്കും പകർന്നു കിട്ടും. അപ്പൊ അതാണ് ഭക്തന്മാരിൽ നിന്ന് ഭാഗവതം കേൾക്കുന്നതിന്റെ വിശേഷം. ഭഗവത് ദർപ്പണമായിട്ടല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുന്നതുകൊണ്ട് എളുപ്പത്തിൽ വൈരാഗ്യം നേടാം. ഭൗതികമായതിനാൽ വിരക്തിയും ആധ്യാത്മികതയിൽ താല്പര്യമുള്ള അവസ്ഥയത്രേ വൈരാഗ്യം. കൃഷ്ണന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മനസ്സിനെ ബന്ധപ്പെടുത്തുന്നതിനേക്കാൾ ദുഷ്കരമാണ്
അവ്യക്തവാദികളുടെ ആത്മീയ വിരക്തി. കൃഷ്ണനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മനസ്സിനെ ബന്ധപ്പെടുത്തുന്നതിനേക്കാൾ ദുഷ്കരമാണ് അവ്യക്തവാദികളുടെ ആത്മീയ വിരക്തി. അവ്യക്തവാദികൾ എന്നിവിടെ പറയുന്നത് ഭഗവാന് രൂപമില്ല, ഭഗവാന്റെ ശക്തിയാണ്, അതിന്റെ പ്രകാശത്തില് അവര് ധ്യാനിക്കുന്ന ആൾക്കാരുണ്ട്, അവ്യക്തവാദികൾ. പക്ഷേ അത് ഏതിനെക്കാട്ടിലും ദുഷ്കരമാണ്? ഭക്തിയുത സേവനത്തിനെക്കാട്ടിലും. ഭഗവാന് വേണ്ടി ഒരു സേവനം ചെയ്യുക അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഏത് ചെറിയ കാര്യമാണെങ്കിലും ശരി, അതിൻ്റെതായിട്ട് മഹാത്മ്യമുണ്ട്. പക്ഷേ അവ്യക്തവാദികളെ സംബന്ധിച്ച് അവർക്ക് ഇതിലൊരു ശ്രദ്ധ വരണമെങ്കിൽ വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്, വളരെയധികം ജ്ഞാനം സമ്പാദിക്കേണ്ടതുണ്ട്. അതിനെല്ലാം ശേഷം വേണ്ടിയിട്ട് വേണം ആ ഭഗവത് ശക്തിയിൽ ധ്യാനിക്കാനായിട്ട്. പക്ഷെ അത് ഭക്തിയുത സേവനത്തിന്റെ അത്രയും വരില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് ഭഗവാന്റെ ശ്രവണം, ഭഗവാന്റെ ലീലകള്, നാമരൂപകള് ഭക്തന്മാരിൽ നിന്ന് കേൾക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു തരുന്ന പ്രവർത്തികൾ നമ്മൾ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്നു. അത് വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ. പ്രവർത്തനം നമ്മളെല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടി ഓരോ സേവ ചെയ്യുന്നതാണ് അല്ലെ. ഒരു കുടുംബത്തിലാണെങ്കിൽ ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യയ്ക്കും, കുട്ടികൾക്കും സേവനം ചെയ്യുന്നുണ്ട്. അതെല്ലാം ഭൗതികമായിട്ടുള്ള കാര്യം. പക്ഷെ പരമ പുരുഷനായിട്ടുള്ള ഭഗവാന് വേണ്ടി ആ സേവനം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഭൗതിക മാലിന്യത്തിൽ നിന്നും നമ്മൾ മുക്തമാകുക. അതേസമയം ഭൗതികമായിട്ടുള്ള സേവകള്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ കർമ്മബന്ധനങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവുന്ന കർമ്മബന്ധനങ്ങളാണ് നമുക്ക് അടുത്ത ജന്മം നമ്മൾ സൃഷ്ടിക്കുന്നത്. പൂന്താനം പാടുന്നുണ്ടല്ലേ, പൂന്താനം പറയുന്നത് ഒരു കർമ്മത്തിന്റെ ഭാണ്ഡവും കൊണ്ടാണ് നമ്മൾ മുതുകത്തെ താങ്ങിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് ഈ ഭൗതിക ലോകത്ത്, ഈ ഭൂമിയിൽ. അതുകൊണ്ട് ഈ ഭാരത ഭൂമിയിൽ ജനിച്ചിട്ട് ഈ കർമ്മങ്ങളെ വരട്ടിക്കളയണം എന്നാണ്, കർമ്മഫലങ്ങളെ വരട്ടിക്കളയണം, കർമ്മബന്ധനങ്ങളെ ഇല്ലാണ്ടാക്കണം. അതിന് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക, അത് മാത്രമേ ഒരു രക്ഷയുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് ഭക്തന്മാരായ 2-3 പേരുടെ ഉദാഹരണങ്ങൾ ആരെങ്കിലും പറയാൻ പറ്റുമോ? ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് അവര് സ്വമേധയാ ഭക്തന്മാരായ, ഭൗതിക ലോകത്ത് വന്നിട്ട് ഭക്തന്മാരായവരുണ്ട്, അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ കഥകൾ കേട്ട് ഭക്തന്മാരായ 2-3 ആൾക്കാരുണ്ട്. പറയാൻ പറ്റുമോ ആരെങ്കിലും? ഹരേ കൃഷ്ണ. ഭഗവത് ശ്രവണത്തിന്റെ വെച്ച് ആയത് പ്രഹ്ലാദ മഹാരാജാവ്, ഓക്കെ, പിന്നെ ധ്രുവ മഹാരാജാവ് ചെറുപ്പത്തിലെ ആ വൈരാഗ്യം വന്നിട്ട്, അതായത് ആ രാജാവിന്റെ മടിയിലിരിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോ ഈ അവര് രണ്ടുപേരും ഭക്തന്മാരായത് എങ്ങനെയാണ്? പ്രഹ്ലാദ് മഹാരാജ അമ്മയുടെ കയാതുവിന്റെ വയറ്റിലിരിക്കുമ്പോൾ അതാരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ശുദ്ധഭക്തനായിട്ടുള്ള നാരദമുനിയാണ് ആ ഭഗവാന്റെ മഹിമകൾ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. അപ്പോ അതാണ് പറയുന്നത് ശുദ്ധഭക്തനിൽ നിന്ന് കേൾക്കണം എന്ന് പറയുന്നത്. ഇപ്പോ പലരും പറയാറുണ്ടല്ലേ, കുട്ടികളെ കുസൃതികളാണ്, കുട്ടികള് എന്തു പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നൊക്കെ പലരും പറയില്ലേ. അപ്പൊ എന്തുകൊണ്ടാ അത്? ആ ഗർഭാവസ്ഥയില് അവരെന്തു ശ്രവിച്ചുവോ അല്ലെങ്കിൽ എന്തു ഭക്ഷിച്ചുവോ അതനുസരിച്ച് ആ കുട്ടിയുടെ ടേസ്റ്റ് മാറി, ഗർഭാവസ്ഥയിൽ തന്നെ മാറി. പിന്നെ അത് പുറത്തു വന്നിട്ട് അതിനെ നന്നാക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ? അത് ഓൾറെഡി ട്യൂൺ ചെയ്ത് കഴിഞ്ഞു, കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു ആ കുട്ടിയുടെ ഇത്. അത് കഴിഞ്ഞപ്പോൾ കുട്ടികള് ഈ അച്ഛനമ്മമാരെ ചില ശ്രേഷ്ഠരമായ സന്യാസികൾ വരുമ്പോൾ അവര് ചെന്ന് പറയും, എൻ്റെ കുഞ്ഞ് ഇങ്ങനെയാണ്, പറഞ്ഞാൽ കേൾക്കുന്നില്ല, പെട്ടെന്ന് ദേഷ്യം വരുന്നു. അത് അപ്പം സന്യാസിമാര് ചോദിക്കും, നിങ്ങളുടെ സ്വഭാവം എന്താണ്? നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ടോ? നിങ്ങൾ തമ്മിൽ വഴക്കുകൂടാറുണ്ടോ? ഭാര്യയും ഭർത്താവും ചോദിക്കുമ്പോൾ ഒക്കെ അപ്പോൾ ചോദിച്ച് ആ ഗർഭാവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു? ദേഷ്യപ്പെട്ടിരിക്കും, രണ്ടുപേരും അങ്ങോട്ടും വഴക്ക് കൂടി,
ആ അപ്പോ ആ സ്വഭാവമെല്ലാം ആ കുഞ്ഞിന് വന്നു. പക്ഷേ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ ആ മാതാവ് ഇതുപോലെ പുണ്യ ഭഗവാന്റെ ലീലകൾ കഥകളാണ് കേൾക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് ശ്രേഷ്ഠമായ ഒരു ജന്മം നമുക്ക് കിട്ടുന്നത്. അതാണ് പ്രഹ്ലാദ് മഹാരാജാവിന്റെ. അതേസമയം ധ്രുവ മഹാരാജാവിന് എന്ത് പറ്റി? അദ്ദേഹം കുഞ്ഞായിരുന്നു, ഭൗതിക ലോകത്താണ്, രാജാവിന്റെ മകനായിട്ടാണ്, ശ്രേഷ്ഠരായ ഭക്തൻ തന്നെയാണ്. പക്ഷെ അവിടെയും നാരദമുനി എന്നുള്ള ശ്രേഷ്ഠ ഭക്തൻ അദ്ദേഹത്തിന് മന്ത്രം ഉപദേശിച്ച് അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളായിരുന്നെങ്കിലും ആ ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ ജ്ഞാനശക്തി അങ്ങോട്ട് വളരെയധികം അദ്ദേഹത്തിന് ഭഗവാന്റെ ഇത് മഹിമകള് മനസ്സിലായി. അതാണ് പറയുന്നത്, ഭഗവാന്റെ മഹിമ മനസ്സിലായി. ഭഗവാന്റെ മഹിമകൾ മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മുടെ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ജന്മകർമ്മജമേ ദിവ്യം, നമ്മുടെ പുനർജന്മം, നമുക്ക് ഈ ജനന മരണ ചക്രത്തിൽ പിന്നെ ജനിക്കേണ്ട കാര്യമില്ല. അതാണ് ശുദ്ധഭക്തനിൽ നിന്ന് കേൾക്കണം എന്ന് പറയുന്നത്. മറ്റേത് ശ്രീമദ് ഭാഗവതം നമ്മൾ കേൾക്കും, നാട്ടിലൊക്കെ ശ്രീമദ് ഭാഗവത സപ്താഹമൊക്കെ ഭംഗിയായിട്ട് നടത്തും അല്ലേ. കുചേല വൃത്തം, രുക്മിണി സ്വയംവരം എല്ലാം വളരെ ആഘോഷമായിട്ട് നടക്കും. അത് കേട്ടു, അവിടെ കൊടുക്കുന്ന പ്രസാദം കഴിച്ചു, പോയി, തീർന്നു. അടുത്ത വർഷം പിന്നെയും ഇത് തന്നെ. അപ്പൊ ചോദിക്കും, ഭഗവാന്റെ ഇത് കേട്ടിട്ട് ഒന്നും ഒരു വ്യത്യാസം ഉണ്ടായില്ല. വ്യത്യാസം എങ്ങനെയാ ഉണ്ടാവുക? അത് മനസ്സിൽ അഴുക്ക് പിടിച്ചിരിക്കുക. മനസ്സ് അതിന്റെ അഴുക്കുകൾ കളയാൻ പറ്റിയ ഒരു ഭക്തനിൽ നിന്ന് വേണം. അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സോപ്പ് ഇട്ട് തേച്ച് കഴിഞ്ഞാല് ശുദ്ധത ഉണ്ടാവില്ല. ഒറിജിനൽ സോപ്പ് ഇട്ടാലേ, ഒറിജിനൽ ഭക്തൻ വന്ന സോപ്പ് ഇടുമ്പോൾ മാത്രമേ നമുക്ക് ശുദ്ധമാവുള്ളൂ എന്നാണ് പറയണത്. ഇവിടെ പറയുന്നുണ്ട്, വിശപ്പുള്ള ഒരാള് ആഹാരം കഴിക്കുമ്പോൾ ഒന്ന് വയറ് നിറയുന്നു, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ ക്ഷീണവും മാറുന്നു എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ഉന്മേഷം കിട്ടുന്നു. അതുപോലെ തന്നെ ഈ ഭൗതിക ബന്ധനങ്ങള് ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാണ്ടാവും, മുറിച്ചു കളയും ഭഗവാൻ. അതേപോലെ ഭക്തിയുത സേവനം കൊണ്ട് മനസ്സ് ഭൗതികോദ്ദേശങ്ങളിൽ നിന്ന് പിന്മാറുമ്പോൾ ഒരാൾ ദിവ്യ സംതൃപ്തി അടയുന്നു. അവിടെ അതാണ്. അപ്പൊ നമ്മള് ആ ഭഗവാന്റെ കഥകൾ കേട്ടു, നമ്മളങ്ങനെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടു, ശുദ്ധഭക്തന്മാരുമായിട്ടുള്ള സത്സംഗത്തിൽ ഏർപ്പെട്ടു, ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ ഭക്തിയുത സേവനം കൊണ്ട് മനസ്സ് ഭൗതിക ഉദ്ദേശങ്ങളിൽ നിന്ന് പിന്മാറുമ്പോൾ ഒരാൾ ദിവ്യ സംതൃപ്തി അടയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഭക്തിയുത സേവനങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഭൗതിക ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഭൗതിക ലോകം ആസ്വദിക്കണം എന്നുള്ള ആ ചിന്ത, അതിനുള്ള ആഗ്രഹങ്ങൾ പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങും. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാല് മനസ്സ് നമ്മുടെ ആ ബുദ്ധിക്ക് കീഴടക്കും. നമ്മൾ പറയും ഇത് ഇങ്ങനെയല്ല, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകണ്ട. അപ്പൊ സത്സംഗം, അവിടെ സിനിമ കാണാൻ പോകണ്ട, ഇന്ന് ഭഗവത്ഗീത ക്ലാസ് സത്സംഗം ഉണ്ട്, അപ്പൊ നമുക്ക് അത് കേൾക്കാമെന്ന് ബുദ്ധി പറയുമ്പോൾ മനസ്സത് കേൾക്കും. അല്ലെങ്കിൽ ഇതല്ലാതെ വേറെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് പല സ്ഥലത്തിലേക്കും പോകും. വിദഗ്ധ ചികിത്സ കൊണ്ട്, ശരിയായ ഭക്ഷണം കൊണ്ടും രോഗം ഭേദമാകുന്നത് പോലെ കൃഷ്ണന്റെ അതീന്ദ്രിയമായ ലീലകളെ കുറിച്ച് കേൾക്കുന്നത് മോഹാകുലമായ മനസ്സിന് വിദഗ്ധ ചികിത്സയും കൃഷ്ണന് നിവേദിച്ച പ്രസാദം ഭക്ഷിക്കുന്നത് ദുരിതമനുഭവിക്കുന്ന രോഗിക്ക് പഥ്യഭോജനമത്ര. ഈ ചികിത്സയാണ് കൃഷ്ണാവബോധ ക്രിയ. ശ്രീലപ്രഭുപാദ് പറയാറുണ്ടെന്നാണ് പറയണത്, നമ്മളെല്ലാവരും രോഗികളാണ്, പക്ഷേ ഈ ഭൗതിക ലോകത്തുള്ള എല്ലാവരും കൃഷ്ണ ഒരു മിനിറ്റ്.
ഹരേ കൃഷ്ണ. അപ്പോ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഒരു തരം ഒരാശുപത്രിയാണ്. അവിടെയുള്ള എല്ലാവരും രോഗഗ്രസ്തരാണ്. പക്ഷേ കൃഷ്ണാവബോധം ഉൾക്കൊണ്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നവരെല്ലാവരും ഒരാശുപത്രിയിൽ ചികിത്സ, അവർക്ക് ആ രോഗത്തിന് ചികിത്സ കിട്ടി. ആ ചികിത്സ കിട്ടി അവർക്ക് അസുഖം ഭേദമാകുമെന്ന് ഉറപ്പട്ടെ. അതേസമയം ഈ ഇതിലേക്ക് വരാത്ത ആൾക്കാര് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവര് ആ രോഗം ബാധിച്ചിട്ട് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് ചെന്ന് ചാടുകയാണ്. അപ്പൊ അതാണ് കൃഷ്ണാവബോധത്തില് നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ടുള്ള ഗുണം. നമ്മുടെ ഭൗതിക ലോകത്തെ എല്ലാവരും ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഭക്തന്മാരും ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഭക്തന്മാരെ സംബന്ധിച്ച് ആ ദുഃഖത്തിനുള്ള ചികിത്സ ഭഗവാൻ നൽകുന്നുണ്ട്. ഭഗവാന്റെ കഥകൾ കേൾക്കുക, ശ്രവണം, ഭഗവാന്റെ ലീലകള് കേൾക്കുക, ഭഗവാന്റെ ഓരോരോ ലീലകള്, അവർക്ക് ഇഷ്ടമുള്ള ധാരാളം ലീലകള് കേൾക്കാൻ സാധിക്കും. അങ്ങനെ കേട്ട് ഭക്തിയുത സേവനത്തിൽ നമ്മൾ മുഴുകുമ്പോൾ നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നു, കൃഷ്ണന്റെ അതീന്ദ്രിയമായ ലീലകളൊക്കെ കേൾക്കുന്നത് മോഹാകുലമായ മനസ്സിന് വിദഗ്ധ ചികിത്സയും കൃഷ്ണന് നിവേദിച്ച പ്രസാദം ഭക്ഷിക്കുന്നത് ദുരിതമനുഭവിക്കുന്ന രോഗിക്ക് പഥ്യഭോജനം അത്രേ. ഭഗവാന്റെ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ, ഭഗവാന്റെ പ്രസാദത്തിന്റെ മഹിമ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമ്മള് ഭഗവാന് വേണ്ടി ഭോഗ തയ്യാറാക്കി ഭഗവാന്റെ മുമ്പിൽ നമ്മൾ വെച്ച് ഭഗവാനെ നമ്മൾ പ്രസാദം നിവേദിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഭഗവാൻ ഈ അതിനകത്തുള്ള പാപങ്ങളെല്ലാം ഇല്ലാണ്ടാക്കും. ഇപ്പം നമ്മള് കേട്ടിട്ടുണ്ടല്ലേ, ഈ 7ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്, ഈ ഭൗതിക ലോകത്തെ മനുഷ്യരെയും ദേവന്മാരെ എല്ലാം സൃഷ്ടിച്ചിട്ട് ഭഗവാൻ പറയും, നിങ്ങള് യജ്ഞം കൊണ്ട് നിങ്ങളുടെ ശരീരം നിലനിർത്തിക്കൊള്ളാൻ പറയുന്നു. എന്തുകൊണ്ടാണ് അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ദേവന്മാർക്ക് വേണ്ടി ഭൂമിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് യജ്ഞങ്ങൾ ചെയ്യുന്നു. അപ്പൊ അതിൽ പ്രസാദിച്ച് ദേവന്മാർ ഈ ഭൗതിക ലോകത്തിന് വേണ്ടുന്ന കാര്യങ്ങള് ആവശ്യത്തിന് മഴ, വെയില്, ജലം എല്ലാം കൃത്യമായ രീതിയിൽ നൽകുന്നു. അപ്പോ അത് നമ്മൾ ഈ ദേവന്മാർക്ക് കൊടുക്കുന്ന ശക്തിയും എവിടെ നിന്നാണ് വരുന്നത്? ഭഗവാനിൽ നിന്ന്. അപ്പോ നമ്മളത് ഭഗവാന് വേണ്ടി അർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ നമ്മളെ അതിൽ നിന്ന്, ആ പാപബന്ധനങ്ങളിൽ നിന്ന്, കർമ്മബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ ഇല്ലാണ്ടാക്കിയിട്ട് നമുക്കത് പ്രസാദമായിട്ട് തരികയാണ്. ആ പ്രസാദം ഭക്ഷണം കഴിച്ച് നമ്മൾ കൂടുതൽ ബന്ധനത്തിൽ, അതേസമയം പ്രസാദം കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് കർമ്മബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ മുക്തമാക്കും. ഇതാണ് ഇവിടെ ശ്രീല പ്രഭുപാദ ഈ ചികിത്സയാണ് കൃഷ്ണാവബോധ പ്രക്രിയ. നമ്മള് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തില് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നത് ഇത് തന്നെയാണ്. അതാണ് പ്രസാദത്തിന്റെ മഹിമ എന്ന് പറയുന്നത്. അല്ലാത്തവൻ പ്രസാദം ഭഗവാന് നിവേദിക്കാതെ കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് പാപങ്ങളെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുക ചെയ്യണം. അവനൊരു കള്ളനാണെന്ന ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് ഇതിൽ നമ്മൾ ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മനസ്സിനെ യോഗാഭ്യസിക്കാനായിട്ട് നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. പക്ഷെ അത് കലികാലത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് പലതരത്തിലുള്ള കാര്യങ്ങൾ, ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം, ഏകാന്തവാസം അനുഭവിക്കുക, ഇതൊക്കെ വേണം. പക്ഷെ അതൊന്നും ഈ കലികാലത്ത് സാധ്യമല്ല. നമുക്കതുകൊണ്ട് നമ്മളെ കൃഷ്ണാവബോധത്തിൽ പങ്കെടുത്ത് ഭഗവാന്റെ നാമരൂപ ലീലകള് മനസ്സിലാക്കി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി ഭഗവാന്റെ പ്രസാദം കഴിക്കുക. അങ്ങനെ നമ്മള് നവവിധ ഭക്തിയില് ശ്രവണം, കീർത്തനം, വിഷ്ണു ഏതൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് നമ്മള് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്നും ഈ കർമ്മബന്ധനത്തിൽ നിന്നൊക്കെ മോചനം ലഭിക്കും എന്നുള്ളതാണ് ശ്രീല പ്രഭുപാദ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ
പരമദിവ്യോത്തരക്ഷമുള്ള ഭഗവാനാണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ ശ്രേഷ്ഠരായ ഭക്തന്മാരിൽ നിന്നും നമ്മൾ ഈ തത്വങ്ങൾ കൂടുതൽ കൂടുതൽ കേൾക്കുക. കൂടുതൽ കൂടുതൽ കേൾക്കുമ്പോൾ നമുക്ക് ഭഗവാൻ തന്നെ ആ നമ്മുടെ ഓരോ ദുരിതങ്ങൾ മാറ്റിത്തരുമെന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ പ്രഭു. ഹരേ ഹരേ കൃഷ്ണ. ഹരേ